അതിനകത്തേക്കല്ലേ? ആരും കാണില്ല. ആർക്കും നമ്മളെ വേണ്ട. പാട്ട് പാടല്ലേ? കോപ്പിറൈറ്റ് വരും. ഞാൻ കാര്യത്തിലാ പറഞ്ഞ പാട്ട് പാടിയ കോപ്പിറൈറ്റ് വരും അല്ലേ സന്തോ? പാട്ട് പാടിയ കോപ്പിറൈറ്റ് വരില്ലേ? ഹരിയാ പറയാട്ടോ. ഹരിയോട് ഇപ്പോഴും എന്ത് പറഞ്ഞാലും ഹരി പറയും റസിതാത്ത വേണ്ട കേട്ടോ, എന്നെ പറ്റിക്കണ്ട കേട്ടോ എന്ന്. അപ്പൊ ദേ 30 ആൾക്കാരായി. ഞങ്ങൾ പറയുന്നത് ആർക്കെങ്കിലും കേൾക്കണുണ്ടോ എങ്കിയോ മെസ്സേജ് ഒന്ന് അയക്കോ. മധു പെരുമ്പിൽ, ഹാദി ഷാഹുൽ ഹാദി, ഹായ് ഹായ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഫോട്ടോ ഇട്ടല്ലേ ലൈവ് വരുന്നുണ്ട് പറഞ്ഞിട്ട് അതിലൊരാള് കമന്റ് ഇട്ടിരിക്കാണ്. എന്ത് കാര്യത്തിന്? ഒരു കാര്യത്തിനല്ല. അസ്സലാമു അലൈക്കും മഹീൻ മനു. വലൈക്കും അസ്സലാം. ഓ അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പ്രദീപ് എന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ക ഈ മലപ്പുറംകാരനായതുകൊണ്ട് എന്റെ അല്ലാ. അതെ അതെ തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ ഓഫീസിലെ അശ്വതി എന്താ പറയാ അറിയോ? എന്തെങ്കിലുമൊക്കെ കണ്ടാലൊക്കെ നല്ല കണ്ട മാഷാ അല്ലാ അറിയോ. അപ്പൊ ഞാൻ പറയും എന്താ ഈ പറഞ്ഞേക്കും. അതുപോലെ ഇൻഷാ അല്ലാ ഒക്കെ പറയുള്ളൂ. അപ്പൊ ഞങ്ങള് മലപ്പുറത്തേർക്ക് ഇവിടെ ജാതി മത ഒന്നുമില്ല അല്ലേ? നമ്മള് മലപ്പുറത്തേരാണ്. അനിൽ പി ചെന്നൈയിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ ലൈവ് കാണുന്നത്. താങ്ക് യു. മിസ്രിയ, ഷബീർ, യൂസഫ്, ഇബ്രാഹിം, അനിൽ പി. കുറെ ആൾക്കാരെ നമ്മള് മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് സംസാരിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ നിങ്ങള്. ഒപ്പം നിങ്ങൾ എവിടെ നിന്നാണ് ലൈവ് കാണുന്നതെങ്കിൽ ആ സ്ഥലപ്പേര് കൂടി കമന്റ് ചെയ്താൽ നന്നായിരിക്കും. നല്ലവരും ഉണ്ട് ചെറ്റകളും ഉണ്ട്. ബഷീർ, പ്രദീപ് ഏട്ടാ നിങ്ങൾ സൂപ്പറാണ്. ആദി അതെ അതെ അതെ. യാസർ കല്ലമ്പലം ഹായ് ഹായ്. രണ്ടുപേരും സുഖമായിട്ടിരിക്കണോ? അപ്പൊ ഞങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ എല്ലാരും കണ്ടോ? എന്നെ അറിയുമോ? ജലീൽ പി അറിയുന്നുണ്ടായിരിക്കും. ഇതില് ഫോട്ടോസ് ചെറുതായിട്ടല്ലേ കാണുന്നത്. റാഫിയുടെ അയൽവാസികളൊക്കെ നമ്മുടെ ബന്ധുക്കൾ പോലെയല്ലേ? ഞങ്ങളുടെ സ്വന്തം ആൾക്കാരാണ്. മലപ്പുറം എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു അനസ് തിരുവല്ല. ഞങ്ങൾ രണ്ടുപേരും മലപ്പുറം എടപ്പാള് അല്ലെ? കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എടപ്പാളാണ്. ഷൂട്ടിങ്ങിലാണ്. അതെ അതെ മലപ്പുറം സൂപ്പറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് നദീറ പറഞ്ഞിട്ടുണ്ട്. അതെ. അനസ് കൊല്ലത്തുനിന്നാണ്. അബ്ദുള്ള അഡ്വക്കേറ്റ് അനസ്. അതെ അതെ അഡ്വക്കേറ്റ് അനസ്. ഒന്ന് പിടിച്ചേക്ക് വയ്യത് പിടിക്കാൻ ഇന്നെ കാണിക്കണ്ട. പിന്നെ വീഡിയോസ് എല്ലാം സൂപ്പർ ഫ്രം ബഹ്റൈൻ. താങ്ക് യു. കുവൈറ്റിൽ നിന്ന്. നിങ്ങൾ ശരിക്കും ഭാര്യയും ഭർത്താക്കന്മാരാണോന്ന് ഉല്ലാസ് ചോദിച്ചിട്ടുണ്ട്. ഉല്ലാസെ ഞങ്ങളുടെ ടീം ഓറഞ്ച് തുറന്നു കഴിഞ്ഞാൽ അതിലൊരു ഇന്റർവ്യൂ ഉണ്ട്. അത് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഞങ്ങള് ഭാര്യയോ ഭർത്താവോ ഒക്കെ ആണോ കേട്ടോ. തീർച്ചയായിട്ടും കാണും. അങ്ങനെ ഇരിക്കാം. വൈഡാക്കി പിടിക്കാം. പരിപാടിയൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്താ വിജു എല്ലാ ദിവസവും നമ്മുടെ കണ്ടന്റുകൾ കണ്ടിരുന്നു. നിർത്തിയോ? റീൽസ് നിർത്തിയിട്ടില്ല. റീൽസ് നമ്മള് ഒന്ന് ബ്രേക്കപ്പ് ആക്കിണ്ടായിരുന്നു. പക്ഷെ നാളെ നമ്മള് ഷൂട്ടിടെ വെച്ചിരിക്കണ ഫുള്ള് റീൽസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി റീൽസ് ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു പുയ്യാപ്പിളയും പുതിയണ്ണായിരിക്കും. ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങള് പുയ്യാപ്പിളയും പുതിയണ്ണ തന്നെ. അസിം നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അസിം തന്നെയല്ലേ? നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അഷ്കർ കൊടുങ്ങല്ലൂർന്നാണ്. അഭിനയവും സ്കിറ്റുകളും അടിപൊളിയാ. പ്രകാശ് നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്. നല്ല വിഷയങ്ങൾ. സന്തോഷം. താങ്ക് യു. അബ്ദുൽ ഷെരീഫ്, അബ്ദുറഹ്മാൻ താങ്ക് യു. ഉല്ലാസ് നിങ്ങൾ സൂപ്പർ അടിപൊളി. അല്ല നമുക്ക് ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാരെ കാണുന്നില്ലല്ലോ ലൈവില്. ആ ലൈവില് വരാൻ ധൈര്യപ്പെടില്ല. അതെന്താ ലൈവില് വരാത്തെ?
ബാഡ് കമന്റ് ഇടുന്നത്? അതായത് നേർക്ക് നേരെ മുഖത്ത് നോക്കിയിട്ട് ഈ കമന്റ്. നമ്മുടെ ടീം ഓറഞ്ചിന്റെ ഗ്രൂപ്പ്, ടീം ഓറഞ്ചിലെ ആളുകള്, നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ലൈവ് കാണാത്തവരുണ്ടോ എന്ന് കരുതിയിട്ട് അവര് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും ലിങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടാ. ബഷീർക്ക രണ്ടുപേരും ഒരു വിവരവും ഇല്ലല്ലോ. ആര് പറഞ്ഞു? ദുബായിൽ നിന്ന് സിയാദ്, സാദിഖ്, മുഫാദ്. ചങ്ങനകുളത്താണ് അഷ്റഫ് ക. ഓക്കെ ഓക്കെ. അല്ലെ ബാബുക്ക കാക്കശ്ശേരി. നിങ്ങൾക്ക് രണ്ടുപേർ കല്യാണം കഴിച്ചുകൂടെ? പൊന്നെ എത്രയൊക്കെ സംസാരിച്ചു. കക്കാട്ടിൽ എന്തിനാണോ വെറുതെ. അല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളോട്. ഒരു ആണും പെണ്ണും അടുത്തിരുന്ന് സംസാരിക്കുകയും അഭിനയിക്കുകയും കൂടുതൽ ഇടപഴകുകയും ചെയ്യുമ്പോൾ അതെങ്ങനെയാ വിവാഹത്തിലേക്ക് എത്തുന്നത്? ലോക സിനിമയിൽ വിവാഹത്തിനെ നേരം ഉണ്ടാവുള്ളൂ. പ്രതിഭയുടെ രണ്ടുപേരും നല്ല ഗ്ലാമർ. ഞാനല്ലേലും ഗ്ലാമർ. പ്രതിഭയുടെ തീർച്ചയായിട്ടും റസിയ എന്റെ സഹോദരി തന്നെയാണ്. പ്രതിഭയുടെ ഫുള്ള് പുട്ടിയാണ്. മുഹമ്മദ് എടക്കുനി, അതൊരു കാക്ക, ഒരു അമ്മാവൻ. എന്താണ് എപ്പോഴാണ് രണ്ടുപേരുടെയും കല്യാണം? നാളെ ഉച്ചക്ക് 2 മണിക്ക് വരണേ അച്ചാർമാന്. ദേഷ്യം വരും. വൃത്തികെട്ട ആൾക്കാര്. രാജേഷ് സുഖമായിട്ടിരിക്കുന്നു. സുൽഫിക്കർ APM പട്ടാമ്പി വരാറുണ്ടോന്ന്? ഞാൻ വരാറുണ്ട്. 2-3 ദിവസം മുമ്പ് വന്നിരുന്നു. രണ്ടുപേരും വല്ലാത്ത ജാതികൾ. മോനുവാ മേലെടുത്ത് നിങ്ങൾ രണ്ടുപേരും സൂപ്പറാണ്. താങ്ക് യു. മുഹമ്മദ് അലി കുരിക്കൾ, ഞാൻ കരുതി നിങ്ങൾ കെട്ടിയോനും കെട്ടിയോളും ആണെന്ന് കരുതി. ഇപ്പോൾ ഓക്കെ. ഞങ്ങള് കെട്ടിയോനും കെട്ടിയോളം തന്നെയാണ്, പക്ഷെ അത് യൂട്യൂബിലാണ്, ഫേസ്ബുക്കിലാണ്. ഖദീജ റീൻ, സന്തോഷം കണ്ടത്. ഓക്കെ. പൊന്നമ്മ, രണ്ടുപേരും നന്നായി അഭിനയിക്കും. നല്ലത് വരട്ടെ. പ്രകാശ്. ബഷീർ ചിലമ്പടത്ത്. ഈ ഉല്ലാസ് നമുക്ക് ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പ്രകാശ് കാനായി, സന്തോഷം. അനീഷ് തെക്കയിൽ, സന്തോഷം. കൊറേ ദിവസമായി നമ്മള് മുഹമ്മദ് ബാവ ഇതുപോലെ വന്നിട്ടില്ലേ? ദിലീപ് കുമാർ കുലക്കയിൽ, കോഴിക്കോടല്ലേ? അതെ, ദിലീപ് കോഴിക്കോട്. വാഹിദ് അജു, അഭിനയിക്കല്ല ജീവിക്കാണ്. സിദ്ദീഖ് മൂച്ചിക്കൽ, കുഞ്ഞി പ്രിൻസി, അഭിലാഷ് നെല്ലിക്കാട്ട്, പട്ടാമ്പി. എന്ത് പറയാനാ ഇപ്പൊ വന്നത്? ജോസഫെ, നിന്നെ ഒന്ന് കാണാൻ വന്നതാ. നീ എവിടെ? റസി എവിടെയാണ്, പ്രദീപ് എവിടെയാണെന്ന് പറയാമോ? ഞാൻ പൊന്നാനി കൊല്ലമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മലപ്പുറം ജില്ലയിൽ തന്നെ. പിന്നെ രണ്ടുപേരും സൂപ്പറായി അഭിനയിക്കുന്നു. കൈ ഒന്ന് മാറ്റി പിടിച്ചതാ, കാരണം അങ്ങോട്ട് ഇരുന്നാലും എനിക്ക് പിന്നെ എന്താ പറയാ, ഇങ്ങനെ ഇരിക്കല്ലേ. ഞാൻ ബാക്കിൽ വന്നിരിക്കട്ടെ. അങ്ങനെ നോക്കി നോക്കപ്പോ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ടതാ. അങ്ങനെ സെറ്റ്. ആ, ഇത് ഓക്കെ. സന്തോഷം. എഴുതുന്നത് ആരാണ് എന്ന് പറഞ്ഞു കൊടുത്ത ആരാണ്? സ്ക്രിപ്റ്റ് ഷാജിക്ക എഴുതും. പിന്നെ അതാ എഴുത്തുകാരി മാധവിക്കുട്ടി. ഞാനാ? അപ്പൊ ഇനി പാലാടുത്ത പ്രശ്നം അതായിരിക്കും. രണ്ടുപേരും ഇഷ്ടം. എന്റെ കുട്ടികൾക്ക് ഒരു ഹായ് പറയുന്നു. മുഹമ്മദ് ബാവയുടെ മക്കൾ എവിടെ? കുട്ടികളെ എല്ലാവർക്കും ഹായ്. ഷാജി കിനാലൂർ, വായിക്കാൻ പറ്റില്ല, അപ്പോഴത്തേനും സ്ക്രോളായി പോവാ. അബ്ദുൽ ഷരീഫ്. പ്രദീപ് എവിടെയാ സ്ഥലം? എടപ്പാളിലാണ് തോന്നുന്നു. ഞാൻ രണ്ടുപേരും എടപ്പാളാണ് കേട്ടോ. നിങ്ങളുടെ എപ്പിസോഡ് സൂപ്പർ. താങ്ക് യു. അനൂപ് കോട്ടക്കുന്ന്, രവീന്ദ്രൻ പുതുക്കുടി, ഞാൻ കോഴിക്കോട്. ജോസഫ്. ഓക്കെ, താങ്ക് യു. ശോഭന മധു നായർ, ഹായ്. ശശി ഒരു ഹായ് പറഞ്ഞു. ഹായ്. സത്യം പറഞ്ഞ സംഭവമാണെന്ന് മുനീറെ, സന്തോഷം. രാജേഷ് പുനലൂർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നസീർ നസ്ബിൻ, സിദ്ദീഖ്, ഓക്കെ, ഹായ്. താങ്ക് യു. അൻസില. ഇനിയും നല്ല നല്ല ആശയങ്ങൾ സമൂഹത്തിന് അഭിനയത്തിലൂടെ കൈമാറാൻ സാധിക്കട്ടെ. ചില ആൾക്കാർ നമ്മളോട് പറയാറില്ലേ പ്രതിഭേട്ട, ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ എന്താണ് സമൂഹത്തിന് കൊടുത്തത്? ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്, എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? സന്ദേശം കിട്ടി നേരെയാവാൻ വേണ്ടിട്ട് അവനിങ്ങനെ ധൃതി പിടിച്ച് നിൽക്കുകയാണേ. ഞങ്ങളൊരു സന്ദേശം കൊടുത്തിട്ട് വേണം അവന് നന്നാവാൻ. പ്രതിഭേട്ടൻ രസികനാണോന്ന്? പ്രതിഭേട്ടൻ രസികനാ, ചെറുതായിട്ട് ഇങ്ങനെ. അബ്ദുൽ ഷരീഫ്, ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കും, അപ്പൊ നല്ല രസം.
അല്ലെങ്കിൽ മണിപ്പാറയിൽ പാങ്ങ്. ആ പാങ്ങാരൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ ഷാജി ഹൈബീനെ അറിയോ? ഹായ്. ഗോപാലകൃഷ്ണൻ VP എവിടെ വീട്? എടപ്പാൾ. ഞാൻ വട്ടംകുളം പഞ്ചായത്ത്. ഞാനും വട്ടംകുളം പഞ്ചായത്ത്. ശോഭ മധുനായർ എനിക്കും ഒരുപാട് ഇഷ്ടം. താങ്ക് യു. അബ്ദുൽ ലത്തീഫ്, ബാബുരാജ് വേഗര, അൻസില അഞ്ജു, അഷ്റഫ്. എഴുത്തുകാരി എന്ന് പറഞ്ഞ് കഴിയാക്കണ്ട, റൂബിന്റെ നാട്ടുകാരിയല്ലേ. ശരിയാണ്, PC കുട്ടിക്കൃഷ്ണന്റെ നാട്ടുകാരിയാണ്. നമ്മുടെ നാട്ടിലത്തെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ്. ഉമ്മാച്ചു ഒക്കെ എഴുതിയിട്ടുള്ള. ഞാൻ റസിയാനോട് പറഞ്ഞിട്ടുള്ളതാണ്. നീ ഉമ്മാച്ചു വായിച്ചില്ലല്ലോ? നിർബന്ധമായിട്ട് വായിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലഹരിക്കെതിരെ അഭിനയം സൂപ്പർ. താങ്ക് യു റസിയ. ദേഷ്യപ്പെട്ടാൽ വല്ലാത്തൊരു എന്താ പറയാ. അബ്ദുൾ ഷരീഫ്. അൻസില അജു നിങ്ങളുടെ പരിപാടി സൂപ്പർ ആട്ടോ. ഓക്കെ താങ്ക് യു. സജിദ് മജീദ് നിങ്ങളുടെ വീഡിയോ വളരെ ഇഷ്ടമാണ്. അബ്ദുസലാം അന്നൊരു എന്താണ് ഞാനൊന്നും ഉണ്ടായിരുന്നാലോ സുധീർ. എനിക്കൊരു ഹായ്. മൊയ്തുണ്ണി ചാലിൽ 100 ഹായ്. നവാസ് ഷെരീഫ് ഹായ്. ഷിഹാബ് പാങ് വെസ്റ്റ്. സഞ്ജയൻ ഫ്രം സൗദി. ഉബൈദുള്ള. നളിനി ഉണ്ണികൃഷ്ണൻ. എല്ലാവർക്കും. നളിനി ചേച്ചി സുഖല്ലേ? 4 മണി ചായയൊക്കെ കഴിഞ്ഞോ? 4 മണി ചായ നമ്മള് കുടിച്ചു കേട്ടോ. സുഹൈൽ മുഹമ്മദ് പോസ്റ്റ് കണ്ടു, ലൈവ് ഉണ്ടെന്ന്. ഓക്കെ. കുറ്റിക്കാടൻ തോമസ് ഏട്ടാ. ഷിഹാബ് ലാൽസലാം. ഷാൻ ആന്റണി. മുജീബ് റഹ്മാൻ. റസിയ എഴുത്തുകാരിയാണോ? ഗതി കെട്ടാ എഴുതും. മജീദ് അത്തോളി രണ്ടാളും സൂപ്പർ. പെരുത്തിഷ്ടം. സത്താർ ഉളിയിൽ വല്ലാത്ത ജാതി. അതെ അഷഫ്ക. അതെ ഞാനിപ്പോ ഇവളോടത്ത് പറയാണേ. അഷഫ്ക നന്നമുക്കാണല്ലേ വീട്. ഉമ്മാച്ചു വായിക്കേണ്ടതാണ്. ഉമ്മാച്ചു മാത്രല്ല സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ വായിക്കേണ്ടതാണ്. ഉറൂബിന്റെ. ജാബിർ നിങ്ങളെ നല്ല ഇഷ്ടം. വത്സല ഹായ് വത്സലേച്ചി. കൊല്ലമ്പടി എടപ്പാൾ. PA നാസർ ഉഷാറാണ്. നാസർ കാസ് താങ്ക് യു. ഷഫീഖ് ഷാജിക്ക എവിടെയെന്ന് ഷാജിക്ക ബിസിനസ് ട്രിപ്പിലാണ്. ഇന്ന് കുവൈത്തിലേക്ക് പോയി അവിടുന്ന് മലേഷ്യയിൽ വന്നിട്ട് ഇനി നാട്ടിലേക്ക് വരും. എന്തായാലും ഷാജിക്ക വന്നാല് ലൈവിൽ വരാൻ പറയാം. ഗോപാലകൃഷ്ണൻ VP വട്ടംകുളാണോ? തിരുവനന്തപുരത്ത് നിന്നാണ് എന്റെ അഭിനയങ്ങൾ. പൊന്മന രാമചന്ദ്രനാണ് അല്ലേ? ഞാൻ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വരാറുണ്ട് കേട്ടോ. നളിനി ഉണ്ണികൃഷ്ണൻ. നളിനേച്ചി ഓക്കെ. ഇടയ്ക്ക് ലൈവിലൊക്കെ വരൂട്ടാ. അഫ്സൽ KP എന്താണ് വിശേഷം? നല്ല വിശേഷം. ഭാവിയിൽ നിങ്ങളുടെ അഭിനയ രംഗം ഉയർച്ചയിലെത്താൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സാജിദ് മജീദ്. താത്ത ഖുഷ്ബുവിനെ പോലെ വെറുതെ കുഴപ്പമുണ്ടാക്കല്ലേ എന്റെ സാജിദ്. ഇപ്പൊ തന്നെ ഇവിടെ ജീവിക്കാൻ വയ്യ. ഖുഷ്ബുവിനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ. ഞാൻ ദുബായിൽ നിന്നും അടുത്തേ ഞങ്ങളെ ക്രൂരമായിട്ട് ഓദ്രിക്കും അല്ലേ? ഓദ്രിക്കും. അബ്ദുസലാം. ഇത് ഏത് ജിഹാദാണ്? ഇത് മനുഷ്യ ജിഹാദാണ്. അങ്ങനെ ഒരു ജിഹാദ് ഉണ്ട്. ലവ് ജിഹാദ് മാത്രല്ല, മനുഷ്യ ജിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു ജിഹാദ് ഉണ്ട്. കിടന്നോട്ടേന്നേ. എന്തിനാണ്ടോ ഞങ്ങള് ജീവിച്ചോട്ടെ, ഞങ്ങളുടെ ജോലി. സുഹൈൽ മുഹമ്മദ്. അതിന്റെ ഇടയിൽ എന്റർടൈൻമെന്റ് മാത്രം നോക്കിയാൽ മതി. അതിന്റെ ഇടയിൽ വന്നിട്ട് കൊറേ രാഷ്ട്രീയ. MC സിദ്ദീഖ്. പ്രതിഭേട്ടന്റെ നാട് എവിടെയാണ്? മലപ്പുറം എടപ്പാൾ. ഗോപാലകൃഷ്ണേട്ടാ കല്യാണം എന്ത് ഞങ്ങളെപ്പോഴും നിങ്ങളെ വിഡ്ഢികളാക്കിയത്. മുസ്തഫ മുത്തു നീ ആദ്യം പോയിട്ടൊരു 4 കല്യാണം കഴിക്കും. എന്നിട്ട് ഞങ്ങളോട് ഞങ്ങൾ കല്യാണം കഴിക്കണോ കഴിക്കണ്ടേ എന്നുള്ളത് ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. മനസ്സിലായോ? വെറുതെ ചൊറിയാൻ വരരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് തീരുമാനങ്ങളുണ്ട്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇയാൾക്ക് മറ്റൊരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ ഇയാൾക്ക് ചെയ്യാൻ പറ്റുമോ? എന്നെ അംഗീകരിക്കാൻ പറ്റുമോ? മുസ്തഫ മുത്ത് തെറി വിളിച്ചിരിക്കുന്നു. നീ ഇത് നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ ഫാദറിനെ വിളിക്കൂ കേട്ടാ. അദ്ദേഹത്തിന്റെ പേര് ഇവിടെ എഴുതണ്ട. മോശം. ഓരോ എപ്പിസോഡ് ഒന്നിനൊന്നും വെച്ച് താങ്ക് യു. ഞാൻ പൊതുവേ സൈലന്റ് സ്വഭാവക്കാരനാണ്. എനിക്ക് കേറാറില്ല വെറുതെ ആവശ്യമില്ലാതെ. മുസ്തഫ മുത്തു ഒരു നല്ല പേര്. മുസ്തഫ എന്നുള്ള പേര് ആരുടെന്ന് അറിയോടോ എനിക്ക്? ആ പേര് വെച്ചിട്ട് ഇജാതി തെറിയൊന്നും പറയല്ലേ കേട്ടാ. അതെ നീ ഇപ്പൊ വിളിക്കുന്നുണ്ടല്ലോ, നീ എഴുതിയിട്ടുള്ള പേര്, ആ പേരിനൊരു മഹത്വല്ലേ?
നീ അങ്ങനെ കരുതുന്നില്ലേ? ആ പേര് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ചൊറിയരുത്. ഇപ്പൊ ഈ ലൈവിലുള്ള ജനങ്ങളെല്ലാം കാണുന്നുണ്ട് ഇത്, മനസ്സിലായില്ലേ? ഈ കമന്റ് നീ ഇങ്ങനെ നീ കഷ്ടപ്പെട്ട് കമന്റ് ഇട്ടാല് ഞങ്ങൾക്ക് ഒരു നഷ്ടമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി, ഇപ്പൊ ഫേക്ക് ഐ ഡി വെച്ചിട്ടുണ്ട് എന്നുള്ള ധൈര്യം രാഹുലിന്റെ ലിസ്റ്റിലുണ്ട്. ഒരു ഫേക്ക് ഐ ഡി ആയിട്ട് വന്നിട്ട് ആരും കേമന്മാരാവണ്ടെന്ന് കരുതണ്ട. കേരളത്തിലെ സൈബർ വിങ് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ജോലിക്കാരാണ് കേട്ടാ. അവര് നല്ല മിടുക്കന്മാരാണ്. ഫേക്ക് ഐ ഡിയിൽ നിന്ന് കണ്ടെത്താൻ പറ്റില്ല എന്ന് കരുതണ്ട. വെറുതെ ഇതാവരുത്. സമാധാനപ്പെടേ. അതെ, ഈ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ഡയലോഗ് അടിക്കുന്ന ഒരാൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ഒരു 3-4 മാസം മുമ്പ് ഒരു ഫേക്കിൽ നിന്ന് ഞങ്ങളുടെ വീഡിയോ എടുത്തിട്ട് നല്ല തുണ്ടുപടം പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവനിപ്പോ എന്താ അവസ്ഥ എന്നുള്ളത് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ വന്നൊന്ന് എറണാകുളത്തുള്ള ബിനു, അവനിപ്പോ എന്താ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് കേട്ടാ. ഞങ്ങൾ അവർക്ക് വേണ്ടത് കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്നത് ഒരു 5 മിനിറ്റ് നേരത്തെ സമയമേ വേണ്ടുള്ളൂ. ഒരു ഫേക്ക് ഐ ഡി നമുക്ക് അതുപോലെ പിടിക്കാനും കഴിയും. പക്ഷെ അതൊരു കേമത്തരായിട്ട് കൊണ്ട് നടക്കരുത്, ആരും ചെയ്യരുത്. രാമകൃഷ്ണൻ നെൽപ്പാടി, ഹായ്. നിങ്ങൾക്ക് ഞങ്ങളുടെ കണ്ടന്റുകൾ ഇഷ്ടമല്ലെങ്കിൽ മാറ്റി പോവാനുള്ള സംവിധാനം ഫേസ്ബുക്കിൽ. കൊറേ കാലമായല്ലോ കണ്ടിട്ട്. നിങ്ങൾക്ക് ഞങ്ങളെ ബ്ലോക്ക് ചെയ്യാം. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇവിടെ മതി. മധു, ഷറഫുദ്ദീൻ, നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്, സന്തോഷം. കുറ്റിക്കാടൻ തോമസ്, ചൊറിയുന്നവർ ചൊറിയട്ടെ. അതെ, സംഗതി സത്യമാണ്. പക്ഷെ എന്നാലും ഈ ഫേക്ക് ഐ ഡിക്കാരുടെ വിചാരം അവരൊരു ഭയങ്കര കേമന്മാരാണ്. തെറി വിളിക്കാൻ ആർക്കവിടെ തെറി വിളിക്കാൻ അറിയാത്തത്? പക്ഷെ നമ്മുടെയൊക്കെ സംസ്കാരം വെച്ചുകൊണ്ട് നമ്മൾ വിളിക്കാതിരിക്കുന്നു എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. തെറി മൈൻഡ് ചെയ്യണ്ട. സിദ്ദീഖ് മോച്ചിക്കൽ, അല്ല അങ്ങനെയല്ല. നമ്മള് അവര് ആ എഴുതിയ പേരുണ്ട്. ഈ തെറിവിളി ബാഡ് കമന്റ് ഒക്കെ വരുന്നത് ദൈവത്തിന്റെ ഫോട്ടോ വെച്ചിട്ട്, ദേവാലയങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട്, ചില വചനങ്ങൾ വെച്ചിട്ട് ഒക്കെയുള്ള പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ടുള്ള ആളുകളാണ് ഈ തെറി വിളിക്കുന്നത്. അതുപോലെ തന്നെ പേരൊക്കെ വല്ല മഹാന്മാരുടെയൊക്കെ പേരുകൾ വെച്ചിട്ടൊക്കെ തെറി വിളിക്കാൻ വരും. അപ്പൊ എന്തൊരു വിഡ്ഢികളാണെന്ന് ആലോചിച്ച് നോക്കൂ. ബഷീർ സി, വിനുവിന്റെ നമ്പർ എത്രയാ? ആരാ വിനു? മനസ്സിലായില്ല. ബിനു ആണ്, ബിനു നമ്മുടെ വിനു. അല്ല, ആ നമ്പർ തരാൻ പറ്റില്ല, അത് തോന്നണ്ട. ചിപ്പു, ഞാൻ പോവാന്നാ. പോവല്ലേ? പൂർണിമ സുകുമാരൻ, താങ്ക് യു. രവി മടിയൻ, ഹായ്. മുഹമ്മദ് അക്ബർ, ബുഷ, അബ്ദുൽ ലത്തീഫ്, മധു, ഗിരീഷ്, MC സിദ്ദിഖ്, ഷാജി രാജേഷ്, ശ്രാവൺ, രാജീവ്. നമ്മുടെ ദൃഷ്കളാഞ്ചിതനെ കാണാറില്ലല്ലോ. ഫഹദ് ചെമ്പൻ, അൻസി ആരോ ചോദിച്ചു. എനിക്ക് ബ്ലൂബെറി, എനിക്ക് റിപ്ലൈ തന്നെ. ബ്ലൂബെറി, സലാം പടുവിൽ, താങ്ക് യു. ഞാൻ സിനിമയിൽ അഭിനയിച്ചു ആണല്ലേ. ചിപ്പു, ഞാനും വരട്ടേന്ന്. വരൂ, നിങ്ങൾ നാളും ചോദിച്ചല്ലേ വരട്ടേന്ന്, വന്നോളൂ. രാജേഷ് പുനലൂർ, പിന്നെ വരാന്ന്. നല്ല ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഭയങ്കര പ്രശ്നം. ഓ, ഇവിടെ വെയിലാണ്. വെയിൽ, ഭയങ്കര വെയിൽ. ഇങ്ങനെ ഇരുന്നാലോ? തിരിഞ്ഞിരുന്നാലോ? അപ്പോഴല്ലേ കത്തുക. എങ്ങനെ ഇരുന്നാലും പ്രശ്നമാണ് കേട്ടോ. ഈ സമയത്തുള്ള വെയിലായിരുന്നു. ഇവിടെ ഇരിക്കാം. അല്ല, ഈ വെയിലില്ലല്ലോ ഇവിടെ. ആ സ്റ്റെപ്പും വരുന്ന വെയിലില്ലാന്നു. അതെ, അവിടെ ഇരിക്കാം. ഇത് വെറുതെ നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ട് അവരോട് ശരിക്കും സംസാരിക്കണം കൂടെ ഇല്ലാണ്ടായി. അല്ല, അങ്ങനെയല്ല, അത് പറയാനുള്ളത് പറയണ്ടേ. സിദ്ദിഖ് മുച്ചിക്കൽ, ഹായ്. സുരേഷ്, ഷാജിദ് KDR കൊടുങ്ങല്ലൂരാണോ? മധു മായക്കുന്നിൽ, CP ജാഷിർ പെരുമ്പടപ്പ്, താങ്ക് യു. നമ്മുടെ ഈ ഭാഗത്തല്ലേ പെരുമ്പടപ്പോട് അടുത്താണ്. എനിക്ക് റിപ്ലൈ ഇല്ലാന്ന് ഗിരീഷ് കുമാർ. റിപ്ലൈ ഉണ്ട്, നിങ്ങൾക്ക് മാത്രമേ റിപ്ലൈ ഉള്ളൂ. ടീം ഓറഞ്ച് സൂപ്പറാണ്. സാജിദ് മജീദ്, പറയുന്നവർ പറയട്ടെ. പറയട്ടെ എന്നേ, പക്ഷെ എന്നാലും ഇങ്ങനെ കാണുമ്പോ ചിലപ്പോ ഒരു തരിപ്പുണ്ട് കയറും ചെയ്യും. ബാലകൃഷ്ണൻ നായർ, അനീഷ് പൊന്നാനി, അതല്ല വെയിലത്തിരുന്ന് ഗ്ലാമർ പോകണ്ടാവും. ഓ, വെയിലത്താണ് ജനിച്ചത്, ഇനിയിപ്പോ വെയിലത്ത് പാടാണെങ്കിൽ പാടാം. നോക്കി നോക്ക്, ഫുള്ള് പുട്ടിയാണ് തന്തേക്കണ. തന്തേക്കണ ഫുൾ പൊട്ടി. അവിടെ നോക്കി കണ്ട ഒരു പുട്ടി പോലും ഇല്ല. കണ്ടങ്ങള് അതേസമയം ഇത് ഇളകും.
ഗോപാലകൃഷ്ണൻ VP വീണ്ടും. ഇപ്പോൾ എവിടെയാണ് ഷൂട്ടിംഗ്? റജി AR, ബിജു മൂക്കന്നൂർ, റാഫി എവിടെയാണ്? റാഫിക്കാർക്ക് ഷൂട്ടില്ലെന്ന് ഞങ്ങൾക്ക് കണ്ടാക്കും മാത്രമേ ഉള്ളൂ. എന്താ ഹരി വിളിച്ചത്? കൊണ്ടുവാ സുധി. നൗഷാദ് ബാബു, പ്രദീപ് ഏട്ടോ ഹായ്. ആ ജീജ VV, നാസർ കക്കോടി. അല്ല ഇത് കുറ്റിപ്പാലയല്ല, അത് എരമംഗലം. മറിമായം പോലെ സമകാല സലാം പടുവിൽ. താങ്ക് യു. അബ്ദുൾ സമദ് CK, സജു അബ്ദുൽ ഖാദർ, എന്താടോ സജു എല്ലാവരുടെയും പേര് വായിക്കാതെ മെസ്സേജ് വായിക്കാനും മധു. നിങ്ങളുടെ അഭിനയം ഇഷ്ടമാണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഇനി അടുത്ത റീൽ എന്താ കാണാൻ കഴിയാ? ഇനിയിപ്പോ നാളത്തെ ഫുള്ള് റീലിന്റെ ഷൂട്ടുകളാണ് നാളെ വെച്ചിട്ടുള്ളത്. ഇന്ന് കണ്ടന്റുകൾ, നാളെ റീലും. നമ്മളൊന്ന് റീല് കുറച്ചപ്പോഴാണ് എല്ലാരും ചോദിക്കണതില്ലേ എന്താണ് സജുവോ നമ്മുടെ സജുവാ? പ്രദീപേട്ട പ്രദീപേട്ടാന്ന് പറയരുത്. നവാസ് ഷരീഫ് തെക്കേ തൊടിക. പുറമുണ്ടേക്കാട് അതെവിടെയാ? പുറമുണ്ടേക്കാട് വട്ടംകുളം. ലവ് യു ബോത്ത്. പ്രദീപൻ TV നിങ്ങളുടെ പേര് അല്ല. അതെ. നാസർ ഹുസൈൻ, ഭാവ ടി, മിനി, ഗിരീഷ് കുമാർ. ഫാൻ ഓഫ് ആക്കാൻ പറ്റില്ല, അവിടെ ഒരാളുണ്ട്. ദക്ഷിത്തിന് ഒരു ഹായ് പറയാമോ? ഹായ്. ദക്ഷിത്ത് എന്താ ചെയ്തോണ്ടിരിക്കണ? ബ്ലൂബെറി 5 മെസ്സേജ് ഇട്ടുന്ന്. ബ്ലൂബെറി ഇതിങ്ങനെ സ്ക്രോൾ ആയി പോയോണ്ടിരിക്കുന്നോണ്ടേ ചിലത് കാണാൻ. സജു ഞങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഞങ്ങൾ പോരാന്നുള്ളത്. ഇങ്ങോട്ട് വായോ, എന്താ കണ്ടന്റ് ഒന്നും കൂടി ചെയ്യണം. കാണിച്ചു തരാം നിങ്ങൾ കണ്ടാളോ. നമുക്ക് ഒന്നും കൂടി ചെയ്യാം. ഞങ്ങൾ കാണിച്ചു തരാം. സുനിൽ കുമാർ, കിടക്കട്ടെ എന്റെ വക ഒരു ഹായ്. കിടന്നോട്ടേന്നേ. ബിജു ഒരു റസൂലുദ്ദീൻ അല്ലേ? ഹായ്. മധു, ഞാൻ കുഞ്ഞുമൂർക്കത്തെ ഹൗസ് കോട്ടക്കൽ പാലത്തറ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. സ്ഥലം എവിടെയാണ്? ഇത് നമ്മുടെ ഷൂട്ടിനുള്ള വീടാണ്. നമ്മുടെ കമ്പനി എടുത്ത് വെച്ചത്. നമ്മളെ കമ്പനിയുടെ വീടാണ്. വീടാണ്. ഈ വീട്ടിലാണ് നമ്മൾ ഷൂട്ടൊക്കെ നടത്തുന്നത്. ഇവിടെ കാണിച്ചു കൊടുക്കണം. ഇനി വേണ്ടാവുള്ളൂ. നമ്മൾ ഇപ്പൊ ഒരു മാസമായിട്ട് ചായ കുടിച്ചു. ഷിജാബെ പോക്കുവയിൽ കൊണ്ടാൽ പൊന്നാവും. മുഹമ്മദ്, നോ ഇഷ്യൂസ്. പ്രശ്നമൊന്നും മുത്തു ആണല്ലേ സോറി പറഞ്ഞിട്ടുള്ളത്. മുസ്തഫ, അങ്ങനെ തിരിച്ചറിവ് ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. നീ മുസ്തഫ എന്ന് വെച്ചിട്ടുള്ള പേര് വെച്ചുകൊണ്ട് നീ ഇനി വന്നിട്ട് തെറിവിളി കമന്റുകൾ ഇവിടെ നല്ല എവിടെയും ചെയ്യണ്ട ഏട്ടാ. അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അയാള് സോറി പറഞ്ഞു, അതുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു. താൽക്കാലികം ഈ കോടതി താങ്കളെ വെറുതെ വിട്ടിരിക്കുന്നു. ചിറയിൽ സനൂപ്, സിബിൻ, ഇപ്പൊ വീണ്ടും മുസ്തഫ മുത്തു വന്നു ഹായ് ആയിട്ട്. ഓക്കെ ഹായ്. ചിപ്പു, ചായ ഒക്കെ കുടിച്ചു. എന്താ ചുമക്കണ എല്ലാരും? നിങ്ങൾ തന്നത് വന്നേ മുതൽക്കാണ് തുടങ്ങിയ ചുമ. ബഷീർ C, ഞങ്ങളെ വീട് എടപ്പാള്. പ്രദീപ് ബാലൻ നമ്മുടെ ആർട്ടിസ്റ്റ് ആണോ? അല്ല, ആരായാലും ഹായ്. ജമാൽ, വസന്ത, ഫൈസൽ കുന്നിൽ, ഫരീദ് ആലുങ്ങൽ. എന്തേലൊക്കെ ചോദിക്കൂന്നേ. റിപ്ലൈ തരുന്നില്ല. അയ്യോ, ദുബായിൽ നിന്നാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുനിൽ, സൈനു, ശ്രീജ, ഷംസു തളിപ്പറമ്പ്. നിങ്ങൾ കപ്പിൾസ് ആണോന്ന് എനിക്ക് വയ്യനി പറയാൻ. ചേട്ടന്റെ വൈഫാണ്. അല്ല, എന്റെ സഹോദരിയാണ്. സ്മെൽ ക്ലബ്ബ്. കാര്യം പറയട്ടെ, അഭിനയിക്കാൻ ചാൻസ് തീർച്ചയായിട്ടും അഭിനയിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ടീം ഓറഞ്ചിന്റെ പേജിൽ നമ്പർ ഉണ്ട്. അതിന്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ. അഭിനയിക്കാൻ അവസരം ഉണ്ടാവും. ഇൻസ്റ്റഗ്രാം തുറന്ന നിങ്ങളുടെ വീഡിയോ ആരും നോക്കാറ്? കാരണം എന്താണ്? ഹംസ കുഞ്ഞിപ്പ, താങ്ക് യു. ഷംനാദ്, പ്രദീപേട്ട, നിങ്ങളെ പോലെ ഒരാളും മലപ്പുറം കോട്ടപ്പടിയിലുണ്ട് കേട്ടോ. സെയിം ഫേസ്. അതെ, ആ ഭാഗത്തെങ്ങാനും ഞാനും അങ്ങനെ പറയല്ലേ. അദ്ദേഹത്തിനോട് എന്റെ അന്വേഷണം പറയൂട്ടാ. പറയല്ലേ. ജാസി, ജഷീമ, നമ്മുടെ ജാസി കുട്ടിയാണോ? ഷിഹാബ് ആണോ? ഞാൻ തൃപ്രയാറാണ്. ഞങ്ങളല്ല, തൃശ്ശൂരല്ല. മൊയ്തീൻ കുട്ടി, സൂപ്പർ പ്രോഗ്രാം. പ്രദീപേട്ടന് എത്ര വയസ്സായി? കുട്ടി ചോദിക്കണു. സജു ചോദിക്കണു, പ്രദീപേട്ടന് എത്ര വയസ്സായി? സജു പാരവണി നിക്കണ്. ഇങ്ങോട്ട് വാടാ. എന്നേക്കാൾ 10 വയസ്സ്. ഇങ്ങോട്ട് വാടാ. ഫരീദ് ആലുങ്കൽ,
റിയാസ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. റിയാസ് ഞാൻ വട്ടംകുളം പഞ്ചായത്തിലാണ്. അറിഞ്ഞു കൊടുക്ക്. എന്ത് എന്താ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടാവുമ്പോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്ന വീഡിയോസ് കേട്ടോ. ചങ്ങരംകുളം പള്ളിക്കര പ്രേംകുമാർ, നാസർ, നാദിർ ഷാൻ, ചങ്ങരംകുളം അല്ലെ. പള്ളിക്കരയിലാണ് എന്റെ അച്ഛന്റെ വീട്, ബോംബ് പള്ളിക്കരയുടെ അടുത്ത്. ബോംബിട്ട സ്ഥലമായതുകൊണ്ടാ. അതെ, അവിടെ അങ്ങനെ പണ്ടൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആണോ? ഖത്തറിൽ വിശേഷങ്ങൾ ചോദിക്കേണ്ടത് നിഷാദ്, നിഷു. നിഷാദേ, ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാരും മുനീർ കണ്ണൂർ, മുനീർ കേന. ടീം ഓറഞ്ചിൽ എത്ര പേരുണ്ട്? ഹരിദാസൻ. ഞങ്ങള് ടീം ഓറഞ്ചില് 9, 3, 11 ആൾക്കാരല്ലേ? അല്ലേ? ഹായ് രാജ് കൃഷ്ണൻ സി എ, സിദ്ദീഖ്, ശോഭ രാധാകൃഷ്ണൻ, അബ്ദുൽ കരീം ഹസൻ, രജിത, ഹായ് അബ്ദുൽ ഹസൻ, അബ്ദുൽ കരീം, ജയ്സൽ, കക്കോടിയിൽ നിന്നാണോ? ഇപ്പൊ എല്ലാം കോംപ്ലിമെന്റ് ആയി. അങ്ങനെ പറഞ്ഞ എന്റെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് നിങ്ങളെ കിട്ടുമ്പോ തീർച്ചയായിട്ടും ഞങ്ങൾ വരുമല്ലോ. ഞങ്ങളുടെ ടീം ഓറഞ്ചിൽ ഞങ്ങളുടെ നമ്പർ കിടപ്പുണ്ട്, അതിലേക്ക് കോണ്ടാക്ട് ചെയ്തോളൂ. ബബിത, ശ്രീജിത്ത്. റസിയാത്ത ചോറിന് എന്തുണ്ടായിരുന്നു കറിയുന്ന? സജു ചിക്കൻ. റഫീഖ് ചെറുശ്ശേരി, നൌഫൽ തയ്യിൽ, അബ്ദുസമദ്, റിയാസ് ടി വി വടക്കേക്കാട്, രജിതാനൂപ്, പ്രകാശ് ചുനക്കര. ചുനക്കരയിൽ നിന്നൊക്കെ ആളുകൾ കാണുന്നുണ്ടല്ലോ, സന്തോഷം. ബഷീർ, നാസർ, ശിവദാസ് ചിറയിൽ, അമീർ അലി ബാംഗ്ലൂർ, സജ്ജന, അലി മുഹമ്മദ്. ദൈവം അനുഗ്രഹിക്കും. ഞങ്ങളോട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാണ്ടോ? ചേച്ചിയും ചേട്ടനും സൂപ്പറായി. സുഖമല്ലേ? സുഖാണ്. രാജേഷ് കൃഷ്ണൻ, ഹായ്. പ്രോഗ്രാം ഉഷ. വീഡിയോ ശ്രദ്ധിച്ചില്ല, ഇനി നോക്കാം. മുസ്തഫ നേരത്തെ പറഞ്ഞ ആള്. സ്മെൽ ക്ലബ്, അബുലൈസ്. ഒരു അടിപൊളി കഥയുണ്ട്, നിങ്ങളെ വീഡിയോ കാണാറുണ്ട്. ഓക്കെ. മുഹമ്മദ് പഴയടത്ത്. മുഹമ്മദ് എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അബ്ദുറഹ്മാൻ, മനു, താരി, കാഷിഫ്, ഫാത്തിമ, ഹമീദ്, നാസർ, നാദിർ ഷാൻ, പ്രതിഭായ്, ബോംബ് പള്ളിക്കരയും ഞാൻ ഫസ്റ്റ് പള്ളിക്കര. റസിയ എന്റെ പേര് പറഞ്ഞു. ഓക്കെ. പള്ളിക്കരയിലാണ് എന്റെ ഫാദറിന്റെ വീട്, ചങ്ങരംകുളം. ഫ്രം തൃശൂർ. ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. സിദ്ദിഖ്, സൗമിനി പരമേശ്. സൗമിനി ചേച്ചി, എന്തൊക്കെ വിശേഷം? ചായയോടിയൊക്കെ കഴിഞ്ഞോ? ഞങ്ങളെ കൂടെ അഭിനയിക്കണോ? സൗമിനി ചേച്ചി ഞങ്ങളുടെ ഫേസ്ബുക്കില് നമ്പർ ഇരിപ്പുണ്ട്. നിങ്ങൾ അഭിനയിച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ ആ നമ്പറിൽ അയച്ചോളൂ. ടീം ഓറഞ്ചിലെ അംഗങ്ങൾ അത് കണ്ട് വിലയിരുത്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. സീനത്ത്, റസിയ എന്നുള്ള ഒറിജിനൽ പേരാണ്. റസിയ മിയ. നൌഷാദ് ബാബു, ഷോർട്ട് ഫിലിം കാണാറുണ്ട്, നിങ്ങളെ ഇഷ്ടമാണ്. താങ്ക് യു ഡിയർ. കാണണം. കാണാലോ, തീർച്ചയായിട്ടും കാണാം. ഞാൻ എപ്പോഴും കാണാറുണ്ട്. കബീർ EP, റസിയ എന്നെ അറിയോന്ന് വെച്ചിട്ടുണ്ട്. ഈ ചെറിയ ഫോട്ടോയിൽ ആളെ മനസ്സിലായിട്ടില്ല. രാജേഷ് കൃഷ്ണൻ, ആരാതൊന്ന് പറയോ? രാജേഷ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ പ്രശ്നം? പഴയ ചോദ്യം തന്നെ. ഹസ്ബൻഡ് വൈഫ് ആയിക്കൂടെ. കോംപ്ലിമെന്റ് ആയെന്നുള്ളതിന് മറുപടി. നാസർ പള്ളിക്കര. ഓക്കെ, ഞാനും പള്ളിക്കരക്കാരനാണ് ബേസിക്കലി. ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ നിന്ന് ബ്രോ ആൻഡ് സിസ്റ്റർ ആയിട്ട് അങ്ങനെയാവാൻ എന്താ പറയാത്തത് ആരും? നിങ്ങൾക്ക് ബ്രോ ആൻഡ് സിസ്റ്റർ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തൂടെ എന്ന് അങ്ങനെ ചോദിക്കാത്തത് എന്താണ്? എല്ലാവർക്കും ഞങ്ങൾ കല്യാണം കഴിക്കണം എന്നാണോ? അപ്പൊ അതൊരു കൊനിഷ്ഠ ചോദ്യമല്ലേ സത്യത്തില്? സ്വയം ഈ ചോദിക്കുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾ ചോദിക്കുന്നത് ഒരു പോസിറ്റീവ് ചോദ്യമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലത്തെ ആ വൈകൃത മനസ്സിന്റെ കൊനിഷ്ടാണോ പുറത്തേക്ക് വരുന്നത്? എനിക്ക് ഇങ്ങനെയൊക്കെ ചൂടാവാൻ അറിയൂ. എനിക്കൊരു അവസരം തരുമോ പ്രതിഭട്ട, സുഖമാണോ? നമ്മുടെ ഫേസ്ബുക്കില് ബയോയിൽ നമ്പർ എടുപ്പുണ്ട്, അതിലോട്ട് വാട്സാപ്പിൽ നിങ്ങളുടെ വീഡിയോസ് അയക്കുക. ടീം നിങ്ങളെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടുമ്പോ വയനാട്ടിലെ ആദിവാസിയെ കുറിച്ചൊരു പ്രോഗ്രാം വയനാട്ടിൽ തീർച്ചയായിട്ടും ചെയ്യാം. യൂസഫ് NH, ഹായ്. സുനിൽ കുമാർ, ബ്രോസിസ്. അത് മതി. അങ്ങനെ ആവാലോ, പിന്നെ സുഹൃത്തുക്കളാവാലോ. ഈ
കപ്പിളാവണം എന്ന് മാത്രം എന്താണ് ഇങ്ങനെ പറയേണ്ട കാര്യം? അതാണ് ഞാൻ പറഞ്ഞതേ. നിങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾ നടക്കണം എന്നില്ലല്ലോ. ഞങ്ങളൊന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര പ്രമുഖന്മാരെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ചോദിക്കുന്നതിന്റെ ഉള്ളിൽ ഒരു കോഞ്ഞിട്ടുണ്ട്. വെറുതെ ഒരു ചൊറിയല്, വെറുതെ മനസ്സിന്റെ ഒരു വൈകൃതം പ്രകടിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആയിക്കോട്ടെ, പ്രകടിപ്പിച്ചോളൂ. അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ആണല്ലോ അത്. ജംഷി മാട്ടക്കുള സഹോദരിക്ക് അതിലുമുണ്ട്. ശരി, വിപ്ലവാഭ്യാദ്യങ്ങൾ. വിപ്ലവം ഉണ്ടാക്കണ്ട അങ്ങോട്ട് കേട്ടോ. പ്രകാശ് ചുനക്കര സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, വെരി ഗുഡ്. താല്പര്യമുണ്ട്. മെസ്സേജ് ഫുള്ള് വായിക്കാൻ പറ്റുന്നില്ല പ്രകാശ്. നാസർ നാദിർ ഖാൻ, പ്രദീപായ് നമ്പർ ഒന്ന് അയക്കണം. ഓക്കെ, തീർച്ചയായിട്ടും എന്റെ പ്രൊഫൈലിൽ വന്നാൽ മതി കേട്ടാ. എന്റെ എന്റെ നമ്പർ ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കാറുണ്ട്. പെണ്ണുങ്ങൾ ചോദിച്ചാലും കൊടുക്കും, ആരായാലും കൊടുക്കും, ആര് ചോദിച്ചാലും കൊടുക്കും, പെണ്ണുങ്ങൾ ചോദിച്ചാലും കൊടുക്കും. പക്ഷെ അഹമ്മദ് മലപ്പുറം ഓണാശംസകൾ. ഓക്കെ, അഡ്വാൻസ്ഡ് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ എത്തുന്നുണ്ടായി. അത് അന്നത്തെ അവസ്ഥ. ഉമ്മർക്കോയ, താങ്ക് യു ഉമ്മർക്ക. ചായ കുടിച്ചോ? ബിജുലാൽ പാലത്തറ, മൺട്രോത്തുരുത്തിൽ വന്നിട്ട് സ്കിറ്റ് ചെയ്യാൻ പറ്റും? ഓ, ചെയ്യാലോ. ഒരു ദിവസം കൊല്ലത്ത് വരുമ്പോ ഞങ്ങളെ എഡിറ്റർ കൊല്ലത്തുകാരനാണ്, സുധീർ ക്യാമറാമാൻ. ഞങ്ങൾ കൊല്ലം വരാറുണ്ട്. ഇനി വരുമ്പോ തീർച്ചയായിട്ടും നമുക്ക് അത് ആലോചിക്കാം. എന്തായാലും കൈസ് അഭിനയിക്കാൻ മനസ്സിലാവില്ല, ഭയങ്കര സ്പീഡിൽ അത് പോണതില്ലേ. അഷ്റഫ് കെ, അഷ്റഫ് ഹായ്. അനീഷ് പന്നിയൂർ, നമ്മുടെ ആനക്കര കുമ്പിടി പയ്യൻ പന്നിയൂരാണോ? അനീഷ്, ഞാൻ നന്നായിട്ട് അഭിനയിക്കും, എനിക്ക് ഒരു അവസരം തന്നൂടെ? തീർച്ചയായിട്ടും അഭിനയിക്കാൻ അവസരമുണ്ട് കേട്ടോ. അബ്ദുട്ടി പള്ളിയത്തൊടി, നല്ല ജോഡി. സ്ലോ കണക്ഷൻ കാണിക്കണം. അബു ഫർഹാൻ, നിങ്ങൾ നല്ല അഭിനയം കാഴ്ചവെക്കുന്നു, പ്രത്യേകിച്ച് റസിയ. ഓക്കെ, താങ്ക് യു. രാജേഷ് കൃഷ്ണൻ, നിയമോൾ ഫാത്തിമ. നിയമോളെ, ഞങ്ങള് ചായ കുടിച്ചു. അഷ്റഫ് അല്ല, ഇത് നീയ ആണ്. അഷ്റഫ്, നല്ല രസമാണ്. നൌഷാദ്, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഭാസ്കരൻ. നമ്മുടെ ഇന്റർവ്യൂവിന്റെ ലിങ്കുകള് ലൈവിൽ ഇടുന്നുണ്ട്, വേണ്ടവർക്ക് കാണാൻ പറഞ്ഞു കൊടുക്കും. അതെ, നമ്മുടെ ഇന്റർവ്യൂവിന്റെ ലിങ്ക്, യൂട്യൂബിന്റെ ലിങ്ക് ഇതില് ഇവിടെ ഓറഞ്ചിന്റെ ഭാഗത്തുനിന്ന് കമന്റ് ആയിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. ഞങ്ങളെ ഇന്റർവ്യൂവിന്റെ ലിങ്ക് കേട്ടോ ഇതിന്റെ കമന്റിൽ ഉണ്ടായി. കമന്റില് ടീം ഓറഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഒരു കമന്റ് ആയിട്ട് ഇടുന്നുണ്ട്. കൈ എനിക്ക് ഞാൻ പിടിക്കണോ? വേണമെങ്കിൽ കുറച്ചു നേരം വയ്യ, നിങ്ങൾക്കേ പറ്റുള്ളവരെ ഒതുക്കാന്. കൈസ് കാലിക്കറ്റ് അഭിനയിക്കാൻ ചാൻസ് ഉണ്ട്, ഓസ്മൽ ക്ലബ്ബ് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ബയോയിൽ ഞങ്ങളുടെ നമ്പർ കിടപ്പുണ്ട്. നിങ്ങൾ അഭിനയിച്ചിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അതിലോട്ട് ഇട്ടോളൂ. ഞങ്ങളുടെ ടീം കണ്ട് വിലയിരുത്തി നിങ്ങൾ അറിയിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ടീം ഓറഞ്ചിന്റെ ആളുകള് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അത് കണ്ടോളൂ കേട്ടോ. ഞങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ. റസിയ നിങ്ങളുടെ ഭാര്യയാണോ? അല്ല, എന്റെ മോനാണോ? ഞങ്ങൾ ഉമ്മയും മോനുമാണ്. പ്രദീപേട്ടൻ മുസ്ലിം ആണെന്നാ കരുതിയേ. ഇത് മുസ്ലിം ആയാലും എന്തായാലും ഇതൊക്കെ മലപ്പുറക്കാരൻ ഒരേ സ്റ്റൈലത് പറയുള്ളൂ. നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമും കാണാറുണ്ടെന്ന് പറയുന്നുണ്ട് പ്രസന്നകുമാർ. താങ്ക് യു പ്രസന്ന ചേട്ടാ. നൌഷാദ്, നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാണ്. മിണ്ടൂല, എന്താണ് വായിക്കാത്ത? ആനന്ദ് കൊളത്തൂര്. ആനന്ദേ, കണ്ടില്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. നൌഷാദ്, ഹനീഫ, എന്റെ സിനിമയിൽ ഉൾപ്പെടുത്തണം എന്നുണ്ട്, എന്റെ ഒരു സിനിമയിൽ. അതിനെന്താ, ഞങ്ങൾ റെഡിയാണ്. പ്രകാശൻ ചുനക്കര, ഓക്കെ. ചുനക്കര രാമൻകുട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ആളുണ്ടായിരുന്നു. അതെ, എന്തായിരുന്നു ആലോചിച്ചിട്ടുണ്ടായിരുന്നു? പാട്ടെഴുത്തുകാരനല്ലേ അദ്ദേഹം? എനിക്കറിയില്ല കേട്ടോ. സൂപ്പർ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ആളുടെ ദേഷ്യമൊക്കെ കണ്ടില്ലേ? എപ്പോഴും നമ്മളൊരു പ്രതിഷേധം, അങ്ങനെയല്ല. അവരൊരു തേങ്ങ പൊട്ടിക്കുമ്പോ നമ്മളൊരു അച്ചിങ്ങെങ്കിലും പൊട്ടിക്കാൻ സാധിക്കില്ല. അങ്ങനെയല്ല, എന്നാലും ഞാൻ പറയാം, എപ്പോഴും പറയും റസ്യ, കാരണം നാവ് കൂടുതൽ റസ്യ ദേഷ്യക്കാരിയാണ്, റസ്യ പോരാണ്, റസ്യ അങ്ങനെ. ഇപ്പൊ ആവശ്യം വന്നപ്പോ ഒരാൾ ദേഷ്യം വന്ന് കണ്ടില്ലേ? ഷഹല ചോദിക്കുന്നു മുസ്ലിമാണോ? അനീഷ് പന്നിയൂർ, കണ്ണൂരാണല്ലേ?
അനീഷേ, കണ്ണൂര് മാത്രല്ല പന്നിയൂര്, ഇവിടെ ഞങ്ങളുടെ നാടിന്റെ അടുത്തൊരു പന്നിയൂർ ക്ഷേത്രമുണ്ട്. നൗഷാദ് ബാബു പോരെ, ഞങ്ങള് ചാൻസ് തരാൻ റെഡിയാണ്. പക്ഷെ ഞങ്ങളുടെ കൂടെ കട്ടക്ക് നിക്കണം അല്ലേ? ആനന്ദിനെ മറന്നോ? കൊളത്തൂര് വന്നില്ലല്ലോ. ഓർമ്മ വരുന്നില്ല. അസ്ലു പാഞ്ചോലെ പഞ്ചാല. വീഡിയോസ് എല്ലാം സൂപ്പറാണ്. താങ്ക് യു. ഒരു പാട്ട് ചെയ്യാമോ? ഒരുപാട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആലോചിക്കാം. ഒരു പാട്ട് പാടാൻ നിലമ്പൂർ അല്ലേ? എന്താണ് റഷ്മ രാജൻ റിയാദ് കായംകുളം. നല്ല രസമുണ്ട് കാണാനെന്ന്. കരീഫ. ഒരുപാട് രസമുള്ള പേരുകൾ അല്ലേ? കരീഫ പി വീരൻ. എന്ത് രസ. വീരാനാണ് കേട്ടോ, വീരനല്ല വീരാൻ. മാറഞ്ചേരിയിൽ വന്നിരുന്നു. മാറഞ്ചേരിക്കാരാണ്, അവിടെയാണ് നമ്മുടെ ഓഫീസ്. ബഷീർ വി പി. കോപ്പിറൈറ്റ് വരും കേട്ടാ. ആരാണ്? സുമേഷ്. മുഹമ്മദ് അസ്ലം. അവനെയൊക്കെ റഷീദ്. ഷഹല പിന്നെ വന്നു അല്ലേ? ഓക്കെ. ഉബൈദ്. ഈ എവിടെയാ വടമുക്ക്? മാറഞ്ചേരി വടമുക്ക് എവിടെയാ? വടമുക്ക് ഇവിടെ മാറഞ്ചേരിയിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ഉള്ള സ്ഥലം. ആ തിരിവില്ല. ഞാനിവിടെ വന്നിട്ട് അധികം ആയിട്ടില്ല, എനിക്ക് അങ്ങനെ സ്ഥലങ്ങളൊന്നും അറിയില്ല കേട്ടോ. എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ എടപ്പാൾ. ഫഹദ് കുന്നത്ത് ഹൗസ്. ഇത് പ്രദീപ്. ഞാൻ റസിയ. ഒരു വട്ടമല്ല 2 വട്ടം കട്ടക്ക് നിൽക്കും. കോഴിക്കോടാണ് സ്ഥലം. കുണ്ടായിത്തോട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ബയോയില് നമ്പർ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ വീഡിയോസ് അയക്കെ. ടീം ഓറഞ്ചിന് നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും. അൻവർ ജലീൽ. റഷീദ്. അപ്പൊ നമുക്ക് മതിയാക്കാം. നമ്മുടെ കണ്ടന്റുകൾ വീണ്ടും ഷൂട്ട് ചെയ്യാനുള്ള സമയമായി. ഞങ്ങള് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോട്ടെ. അപ്പൊ ഞങ്ങളുടെ ടീം ഓറഞ്ച് അവര് ഇതില് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇന്റർവ്യൂ കാണാനായിട്ട് ലിങ്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടിട്ട് വിലയിരുത്തുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഭാര്യയാണോ ഭർത്താവാണോ, ഞങ്ങൾ ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്നുള്ളതൊക്കെ അല്ലെ. ഞങ്ങളുടെ ഫാമിലിയെ പറ്റിയും ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം ഒക്കെ ഞങ്ങൾ ഇന്റർവ്യൂല് പറയുന്നുണ്ട്. ഷെമിയ റഫീഖ്. പാങ്ങിലെ ചേട്ടൻ എവിടെ? അവൻ ഇന്നില്ല, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. നിർത്താം. അപ്പൊ എല്ലാവരോടും ഇന്ന് ഞങ്ങളോട് സംവദിച്ച എല്ലാവർക്കും, ഞങ്ങളോട് സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയ എല്ലാവരോടും വളരെ നന്ദി, സ്നേഹം. ബൈ.